കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിൽ അങ്ങോട്ട് ദഹിക്കൂല പലപ്പോഴും. സഹോദരിമാർക്ക് അടുത്ത് തന്നെയുണ്ട്, ആഹത്താണ് അൽഹംദുലില്ലാ. ചിലപ്പോൾ റമളാൻ മാസത്തിൽ പോലും രാത്രിയിൽ ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ നോമ്പ് തുറക്കാൻ നമ്മളൊക്കെ കൂടിയ കാരക്കയും അതുപോലെ മറ്റുമൊക്കെ കഴിക്കുമ്പോഴും അവർക്ക് ഒന്നും കിട്ടുന്നുണ്ടാവൂല, ഒന്നും ലഭിക്കുന്നുണ്ടാവൂല. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാൻ പോകില്ല. അയൽവാസികളെ സംബന്ധിച്ചിടത്തോളം കുറെ ബാധ്യതകളുണ്ട്. റബീഉൽ അവ്വലിന്റെ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ അടുത്ത സമയത്ത് എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ബാംഗ്ലൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ആയിരക്കണക്കാരെ പ്രിയപ്പെട്ട വിശ്വാസികളെ തിങ്ങിപ്പാർക്കുന്ന കച്ചവടക്കാര്, കേരളത്തിൽ നിന്ന് പോലെ ഒരുപാട് കച്ചവടക്കാര് താമസിക്കുന്ന ആ പ്രദേശത്ത് ഇതിനേക്കാൾ വിശാലമായ ഈദ്ഗാഹ് എന്ന് പറയുന്ന വലിയ ഒരു മൈതാനമുണ്ട്. അവിടെ യുവാക്കൾക്ക് വേണ്ടി റബീഉൽ അവ്വലിന്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടൊരു നസീഹത്ത് വെച്ചപ്പോൾ സുബ്ഹാനല്ലാഹ്, എയർപോർട്ടിൽ നിന്ന് അവിടുത്തെ സംഘാടകരോട് പറഞ്ഞത്, ഉസ്താദേ, വിശ്രമിക്കുന്നത് പിന്നെയാണ്, നിങ്ങളെ കൊണ്ടൊരു കാര്യം നമുക്ക് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാനുണ്ട്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഹോസ്പിറ്റലായ നിംഹാൻസ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു വലിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. സുബ്ഹാനല്ലാഹ്, പാവപ്പെട്ട നൗസാദ് വാക്കയുടെ മനസ്സ് വല്ലാതെ അലിഞ്ഞുപോയ രംഗമാണ്. വല്ലപ്പുഴയിലെ ചെമ്മൻകുടിയിലെ എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഹോസ്പിറ്റലായ നിംഹാൻസ് ഹോസ്പിറ്റലിലേക്ക് ആ സംഘാടകരെന്നെ കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അവര് പറഞ്ഞ, ഉസ്താദ്, റബീഉൽ അവ്വലിന്റെ ആഘോഷത്തിന്റെ ഉദ്ഘാടനം നമ്മുടെ അയൽവാസികളായ സഹോദരങ്ങൾ രോഗിയായി കിടക്കുന്ന ഹോസ്പിറ്റലിൽ നിന്നാകട്ടെ. വലിയ 2-3 വാഹനത്തിന്റെ അകത്ത് കുറെ കാർട്ടൂണുകൾ നിറച്ച ആപ്പിളും ഓറഞ്ചും മുസമ്പിയും ഒക്കെ കൊണ്ടുവരികയാണ്. എന്തിനാണ്? ആ ഹോസ്പിറ്റലിന്റെ അകത്ത് കഴിയുന്ന മക്കൾക്ക് കൊടുക്കാനാണ്. ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു റൂമിന്റെ അകത്ത് 40 മക്കളെ ഇട്ട് കുളിപ്പിക്കുകയാണ്. അല്ലാഹുവേ, പടച്ചവനേ, നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഒരു അവസ്ഥ നീ വരുത്തല്ല അല്ലാഹ്, അങ്ങനെ ഒരു രംഗം നീ വരുത്തല്ല അല്ലാഹ്. 40 മക്കളുണ്ട്. 10 വയസ്സുള്ള, 15 വയസ്സുള്ള, 4 വയസ്സുള്ള, 5 വയസ്സുള്ള, വസ്ത്രം ഉടുക്കണമോ വേണ്ടയോ എന്നറിഞ്ഞുകൂടാത്ത, ഭക്ഷണം എങ്ങനെയാ കഴിക്കേണ്ടതെന്നറിഞ്ഞുകൂടാത്ത, കുളിക്കുമ്പോഴാണ് ശരീരം വൃത്തിയാകുന്നതെന്നറിഞ്ഞുകൂടാത്ത 40ഓളം മക്കളെ ഒരു റൂമിന്റെ അകത്തിട്ടിട്ട് വണ്ടി സർവീസ് ചെയ്യുന്ന പോലെ കുളിപ്പിക്കുകയാണ്. അവര് ബുദ്ധിയില്ലാത്തവരാണ്, അവര് വൈകല്യമുള്ളവരാണ്. അല്ലാഹുവേ, അതിന്റെ അപ്പുറത്തെ റൂമിലേക്ക് കുറെ മക്കളെ ഓട്ടിക്കുകയാണ്, ചാടിക്കുകയാണ്, ആരോഗ്യ സംരക്ഷണത്തിന്റെ ക്ലാസ് നടത്തുകയാണ്. ബുദ്ധിയില്ലാത്തവരാണ് അവര്. ഞാൻ അവരുടെ മുന്നിലൂടെ നടന്നു പോകുമ്പോ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുകയാണ്. കുറെ കുഞ്ഞുമക്കളെ കൈ നീട്ടിയിട്ട് ശേഖം തരുകയാണ്. ജനാലയിലൂടെ എന്റെ കൈ അങ്ങോട്ട് നീട്ടിക്കൊടുക്കുമ്പോ എത്രയോ പാവപ്പെട്ട സഹോദരങ്ങൾ വന്ന് കയ്യിലേക്ക് പിടിക്കുകയാ. അല്ലാഹുവേ, മൂക്കുകട്ട ഇങ്ങനെ മൂക്കിലൂടെ ഒലിച്ചുകൊണ്ടിരിക്കുകയാ. അതുപോലെ ശരീരം ഇങ്ങനെ പൊട്ടി ചീന്തലം ഒഴുകിക്കൊണ്ടിരിക്കുകയാ. കൊണ്ടുവന്ന കാർട്ടൂണിനകത്ത് ഫ്രൂട്ട്സ് ഇരിക്കുന്ന കണ്ടപ്പോ ആ മക്കൾ ഇങ്ങനെ കൈകാലിട്ടടിക്കുകയാണ്. ടീച്ചർമാര് കൈയിടിക്കുന്ന ചൂരല് കൊണ്ട് മാറ്റി നിർത്തുന്നു. ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഓടി വരികയാ. അതിൽ നിന്നൊരു ഓറഞ്ച് എടുത്ത് പെട്ടെന്ന് കഴിക്കുകയാ. തൊലി പോലും ഉരിഞ്ഞ് കളയുന്നില്ല. തൊലിയോടുകൂടി ഓറഞ്ച് കഴിക്കുന്ന കണ്ടപ്പോ സഹിക്കാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആരോഗ്യമുള്ള ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാര് ആ പ്രിയപ്പെട്ട മക്കളുടെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് ആ ഓറഞ്ചിന്റെ തൊലി കളഞ്ഞിട്ട് അതിന്റെ ഇതളുകൊണ്ട് വാക്യകത്തേക്ക് വെച്ചു കൊടുക്കുകയാണ്. ഓറഞ്ചിന്റെ തൊലിയോടുകൂടി ഒരു ഓറഞ്ച് പെട്ടെന്ന് 2 കടിക്ക് ഒരു ഓറഞ്ചൊക്കെ വിടുങ്ങാൻ 5 വയസ്സുള്ള കുട്ടി. അത്രയ്ക്ക് എങ്ങനെ കഴിക്കണമെന്ന് അവർക്കറിയില്ല. നമുക്ക് അല്ലാഹു മക്കളെ തന്നിട്ടുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. രാത്രി പോയി ഉറങ്ങുന്നതിന് മുമ്പ് ആ മക്കളുടെ കവളത്തേക്ക് വൃത്തം കൊടുക്കാതെ നമുക്ക് ഉറങ്ങാൻ പറ്റും? ആ മക്കളെ കിടന്നിറങ്ങുമ്പോൾ തല വീർക്കുന്നുണ്ടോ എന്ന് നോക്കി ഒരു തോർത്ത് കൊണ്ട്, ഒരു ഷാള് കൊണ്ട് തുടച്ചു കൊടുത്തിട്ടല്ലേ നമ്മൾ കിടക്കുക. ആ പ്രിയപ്പെട്ട സംഘാടകർ പറയുന്നു, ഉസ്താദേ, ഈ റബീഉൽ അവ്വലിന്റെ ആഘോഷം നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ അയൽവാസികളായ ഈ ഹോസ്പിറ്റലിലെ അന്തേവാസികൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടാണ്.
അങ്ങനെയുള്ള യുവ സുഹൃത്തുക്കളെ കണ്ടപ്പോൾ തോറ്റുപോയി എന്റെ പ്രിയമുള്ളവരെ. ആ സമയം മുതൽ ക്ഷീണം മറന്ന് ആ സമയം മുതൽ വാതു പറയാൻ കുതിച്ചുപോയി. അത്രയ്ക്ക് ആഗ്രഹം വന്നുപോയി. എത്ര മക്കളാണെന്നറിയോ? ഒന്നും അറിയില്ല അവർക്ക്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ആ പാവപ്പെട്ട മക്കൾക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അല്ലാഹു ശാരീരിക സുഖം കൊടുക്കുമാറാകട്ടെ. അല്ലാഹു വിഷമങ്ങളൊക്കെ മാറ്റി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ മാരക രോഗത്തോട് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കൊടുക്കാൻ സാധിക്കണം നമ്മുടെ അയൽവാസികൾക്ക് എന്തെങ്കിലും. തിരുവനന്തപുരം കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളിയിൽ വന്നു 2 കാലുമില്ലാത്ത ഒരു പെൺകുട്ടിയുടെ നിക്കാഹിന് വേണ്ടി ഫോട്ടോ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ തകർന്നു പോയി. അഡ്രസ്സൊക്കെ തന്നു. ഫോൺ വിളിച്ച് അവിടുത്തെ പ്രസിഡന്റ് കൊണ്ട് അന്വേഷിപ്പിച്ചു നോക്കിയപ്പോൾ അൽഹംദുലില്ലാ വളരെ കറക്റ്റാണ്, സംഭവമൊക്കെ ശരിയാണ്. അടുത്ത മാസം നിക്കാഹ് നടക്കാൻ പോവാണ്. 2 കാലുമില്ല. തമിഴ്നാട്ടിൽ നിന്നൊരു സഹോദരന് ജീവിതം കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഒരു നാണയത്തൊട്ട് പോലും ഉമ്മാടെ കയ്യിലെടുക്കാനില്ല. പള്ളിയുടെ മുമ്പ് വളരെ കാര്യമായിട്ട് തന്നെ പള്ളിയിൽ പറഞ്ഞു. അൽഹംദുലില്ലാ ആ ഉമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സാറേ ഒരിക്കലും മറക്കൂല, നിങ്ങൾ ഒരു വാക്ക് ഒരു പക്ഷേ പറഞ്ഞു, അതുകൊണ്ട് കിട്ടിയത് വലിയ സൗഭാഗ്യമാണെന്ന് പറഞ്ഞ് ഒരു കവർ നിറച്ച് പൈസയും കൊണ്ട് പള്ളിയുടെ മുമ്പിൽ നിന്ന് കണ്ണീരോടെ ഇറങ്ങിപ്പോകുമ്പോൾ അയൽവാസികളായ നമുക്ക് നമ്മുടെ അയൽവാസികളോട് ചില ബാധ്യതകളുണ്ട്. കല്യാണത്തിന്റെ അന്നങ്ങോട്ട് ചെന്നിട്ട് 50 രൂപ ഒരു വലിയ പേപ്പറിൽ അങ്ങോട്ട് പൊതിഞ്ഞ് ബിസ്മില്ലാ എന്നും പറഞ്ഞു കൊടുത്ത് 500 രൂപയ്ക്ക് തിന്ന് കയറ്റിയിട്ട് വന്നാൽ പോരാ. അയൽവാസ ബന്ധത്തെക്കുറിച്ച് നമ്മൾ അറിയണം. അതിന്റെ വലിപ്പത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തെങ്കിലും ഒരു വിഷമമുണ്ടായാൽ, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അവൾ അനുഭവിക്കണം, അവൾക്കത് വേണം. അന്ന് ഞാനൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ചെന്നിട്ട് ഒരു CD വെച്ചപ്പോ തരാത്തോളാ എന്ന് പറഞ്ഞിട്ട് വീട്ടിന്റെ അകത്തിരുന്ന് അയൽവാസികൾക്ക് വേണ്ടി ശപിച്ചാ പോരാ. അള്ളാന്റെ റസൂല് പറയുകയാണ്, ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ സ്വത്ത് മക്കൾക്ക് കൊടുക്കാൻ അള്ളാഹു പറയുന്ന പോലെ അയൽവാസികൾക്കും കൊടുക്കാൻ പറയുമോ എന്ന് പേടിച്ചു തരത്തിൽ അയൽവാസ ബന്ധത്തെ കുറിച്ച് അല്ലാഹു എന്നോട് പറഞ്ഞു എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അയൽവാസികൾക്ക് എന്റെ സ്വത്ത് കൊടുക്കാൻ പറയുമോ? ഞാൻ മരണപ്പെട്ടാൽ എന്റെ സ്വത്തിന്റെ ഭാഗം മക്കൾക്ക് കൊടുക്കുന്ന പോലെ കൊടുക്കാൻ പറയുമോ എന്ന് പേടിച്ചു പോകുന്ന തരത്തിൽ. ചില ചെറുപ്പക്കാർ പറയും, സാറേ നമുക്കങ്ങനെ അയൽവാസികളുമായിട്ടൊന്നും അൽഹംദുലില്ലാ ഒരു പിണക്കുമില്ല, നമുക്ക് ഏറ്റവും അധികം കമ്പനി അപ്പുറത്തെ താത്തായുമായിട്ട് വളരെ ആഹത്താണ്. മിസ്കോളടി ഉണ്ട്, മെസ്സേജ് ചെയ്യപ്പോൾ ഭയങ്കര സ്നേഹമാണ്. നബിദിനം വായിക്കഴിഞ്ഞാൽ ആദ്യം താത്താടെ മൊബൈലിൽ ചെല്ലുന്നത് എന്റെ മെസ്സേജാണ്. അതേ കുറിച്ചുള്ള സ്നേഹമാണ് ഈ പറയുന്നത്. നിങ്ങൾ ഈ രീതിയിൽ അതിനെ കാണരുത്. അള്ളാന്റെ റസൂല് പറഞ്ഞ സ്നേഹത്തെ ഈ കാലഘട്ടത്തിൽ ഫേസ്ബുക്കിന്റെ കുത്ത് കാണാൻ പറ്റുമോ? കുത്ത് അങ്ങനെ അയച്ചു കൊടുക്കുന്ന മെസ്സേജ് അല്ല അല്ലേ? അടിയിൽ ഇങ്ങനെ എഴുതും, ഞാനിവിടെ വല്ലപ്പുഴയിലുള്ളതാ. അപ്പൊ തിരിച്ചവൻ ചോദിക്കും, വല്ലപ്പുഴയിലോ? VALLAPU ഇങ്ങനെ എഴുതിയിട്ട് ZHAU വല്ലപ്പുഴയിലോ ഉണ്ട്. ഒറ്റ കുത്ത് അവസാനം. വല്ലപ്പുഴയിലോ? അവിടെ നിങ്ങോട്ട് ഒരു ദിവസം ഇവൻ അങ്ങോട്ട് ഒന്നും മെസ്സേജ് അയച്ചില്ലെങ്കിൽ തിരിച്ചവളങ്ങോട്ട് ഐ മിസ് യുടാ. ആ 1000 നീട്ടം കണ്ടാണ്ടല്ല അവൻ അന്ന് മുതൽ പിന്നെ കമ്പ്യൂട്ടറിന് മുമ്പ് എഴുതിക്കൂല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്നേഹത്തിന്റെ കാര്യമല്ല പറഞ്ഞ് അല്ലേ? നമുക്കിപ്പോ അതാണല്ലോ ഇഷ്ടം, നമുക്കതാണല്ലോ താല്പര്യം, നമ്മുടെ ലോകം അതാണല്ലോ, നമ്മുടെ ജീവിതം അതാണല്ലോ. മതപ്രസംഗത്തിന് പോകുന്ന പെൺകുട്ടികളെ നോക്കാനും, നബിദിന ഘോഷയാത്ര പോകുമ്പോഴും കൊടി ഇങ്ങനെ വെച്ച് കണ്ണിങ്ങനെ നോക്കാനും അല്ലേ? റോഡിന്റെ 2 ഭാഗത്ത് നിൽക്കുന്ന സ്ത്രീകളൊക്കെ ഒരുപാട് സ്ഥലത്ത് എത്തുമ്പോ ചെറുപ്പക്കാർ ദഫൊക്കെ എടുത്തിട്ട് ഞാൻ അപ്പൊ താത്ത പറയാം, കണ്ടടാ അസുഖാരക്കട മോൻ ചാടി തകർക്കാട. അപ്പൊ അവൻ പറയും, ഇപ്രാവശ്യത്തെ നബിദിന റാഹത്താണ്. കാരണം എന്താ? ശരിക്കും പെണ്ണുങ്ങൾ 2 സൈഡിൽ റാഹത്തല്ലേ? നമുക്കിത് അറിയോ? ഇതിനപ്പുറത്തേക്ക് റബീഉൽ അവ്വലിന്റെ ഓരോ ചുവട് മുമ്പോട്ട് വെക്കുമ്പോഴും എന്റെ 3 മക്കളെയും നബിദിന ഘോഷയാത്രയ്ക്ക് ഞാൻ കൊണ്ടുപോയി. എന്റെ നാട്ടിൽ കൊണ്ടുപോയിട്ട് അവരോടൊപ്പം അവരുടെ കൂടെ കുറെ ദൂരം നടന്നു, അവരുടെ കൂടെ മിഠായി കടിച്ചു, അവരുടെ കൂടെ സ്വലാത്ത് ചൊല്ലി. അതിലൊരു ആനന്ദം കണ്ടെത്തണം. അല്ലാതെ ജനങ്ങൾ കാണുന്നുണ്ട് അവരുടെ പിന്തുണ, അവരുടെ കയ്യടി, അവരുടെ സർട്ടിഫിക്കറ്റ്, അത് നമുക്ക് ആവശ്യമില്ല. നമ്മുടെ മക്കൾക്ക് ഒരു സന്തോഷം. നമ്മുടെ പുന്നാര നബിതങ്ങൾ പിറന്ന ദിവസം, തലേ ദിവസം നമ്മുടെ കുഞ്ഞു മക്കൾക്ക് എന്തൊരു ആനന്ദമാണ്. നാളെ നബിദിനമാണ്. നമ്മുടെ മക്കൾ പറയുമ്പോ തന്നെ അല്ലേ, എത്ര പ്രാവശ്യം പറയുന്നത്, രാവിലെ വിളിക്കണം. ഇപ്പൊ ഉസ്താദ് പറഞ്ഞ രാവിലെ ചെല്ലാനാ ആ ഒരു ആവേശം. അത് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നമ്മളതിനെ വേറെ ദുനിയാവിന്റെ റൂട്ടിലേക്ക് നമ്മളതിനെ തിരിച്ചുവിടരുത്.